ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് പുതപ്പൊക്കെ വിരിച്ച് ഇടുകയാണ് കേട്ടോ. ഇത് അലക്കാനുള്ള തുണിയാണ് കേട്ടോ. ഞാൻ രാത്രിയിൽ മാറ്റിയ തുണിയാണ് കേട്ടോ. അതും ഏട്ടൻ്റെ തുണിയുണ്ട് കേട്ടോ. ഏട്ടൻ കളിക്കാൻ വേണ്ടി പോയിട്ടോ. ക്രിക്കറ്റ് കളിക്കാറുണ്ട് കേട്ടോ രാവിലെ. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ചീമേനിയാണ് കേട്ടോ കളിക്കണത്. അപ്പോൾ അവിടെ പ്രാക്ടീസിന് വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എണീച്ചു. കുട്ടികളെല്ലാം വീട്ടിലും എൻ്റെ വീട്ടിൽ പോയിട്ടാണുള്ളത്. 2 ദിവസം ലീവല്ലേ, ശനിയും ഞായറും. അപ്പോൾ അങ്ങനെ പോയിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ 3 മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മ നൈറ്റിനും പോയിട്ടാണുള്ളത്. ഞാനും അച്ഛനും ഏട്ടനും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിളക്കത്തിച്ചിട്ട് ഞാൻ എപ്പോഴും വരിക. അതിപ്പോൾ വെള്ളയപ്പം ആക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എണ്ണ പഞ്ചസാരയും കൂടെ ചാലിച്ചിട്ട് അതിലേക്ക് ഒഴിക്കും കേട്ടോ. അത് ഒഴിച്ചിട്ട് ഇച്ചിരി സമയം വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങനെ ഇച്ചിരി സമയം വെക്കണമല്ലോ. അപ്പോൾ ഞാനത് ഒഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വിളക്ക് കത്തിക്കാനും പൂവൊക്കെ തളികയിലൊക്കെ പറിച്ച് വെക്കണം കേട്ടോ. കിണ്ടിയിലത്തെ വെള്ളം മാറ്റണം, അതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അത്തപ്പട സമയം അവിടെ അങ്ങനെ ഇരിക്കുമല്ലോ, അതവിടെ ഇളക്കിയിട്ട് കൂട്ടിയിട്ട് അവിടെ വെച്ചാൽ അവിടെ കുറച്ച് സമയം ഇരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അല്ലെങ്കിൽ കറി ആക്കാനുണ്ടാവുന്നുണ്ട്. ഇന്നലെ മീൻ കൊണ്ടുവന്നു. രാത്രിയിൽ മീൻ കറി ആക്കി വെച്ചിട്ടുണ്ടേ. അപ്പം രാവിലെ കറിക്കുള്ള പരിപാടി വേണ്ട. അപ്പം വെള്ളയപ്പവും മീൻകറി ആക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. മീൻകറി തലേന്ന് ആക്കി വെച്ചതുകൊണ്ട് രാവിലെ പണിയില്ല കേട്ടോ. കറീൻ്റെ പരിപാടിക്ക് പണിയില്ല കേട്ടോ. പലഹാരം മാത്രം ആക്കിയാൽ മതി. അതാ കണ്ടോ ഇതാ നല്ല മുളകിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട് വന്നു. വിളക്ക് കത്തിച്ചിട്ടൊരു അതെപ്പോഴും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചൊരു കുറി തൊടലുണ്ട് കേട്ടോ എപ്പോഴും. പിന്നെ കിണ്ടിയിലത്തെ വെള്ളവും തളിക്കത്തെ പൂവൊക്കെ മാറ്റാനുണ്ട് കേട്ടോ. അത് മാറ്റാൻ വേണ്ടി പോവുകയാണേ. ഇതെപ്പോഴും ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ, തളികയിൽ പൂ വെക്കുക എന്നുള്ളത്. തളികയും കിണ്ടിയും കൂടെ കഴുകണം കേട്ടോ. ഇനി അത് കഴുകിയിട്ട് വരട്ടെ. കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് പൂ പറിക്കാൻ പോവാം കേട്ടോ. ഇവിടെ തന്നെയാണ് കേട്ടോ, നമ്മൾ ഇവിടെ മുറ്റത്ത് തന്നെയുള്ള കുറച്ച് പൂക്കൾ ഇങ്ങനെ പറിച്ചിട്ട് അതിൽ വെക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് പൂ പറിക്കാൻ ഒരുപാട് ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഉള്ള പൂക്കൾ തന്നെ എടുത്തിട്ട് വെക്കുകയാണ് കേട്ടോ. ഇതാ പൂ പറിക്കാൻ പോവാണ്. ഇന്ന് നമുക്ക് ഓറഞ്ച് ചെമ്പരത്തിയും ചുവന്ന ചെമ്പരത്തിയാണ് കേട്ടോ കിട്ടിയത്. അതൊക്കെ പറിച്ചിട്ട് ഇനി അവിടെ കൊണ്ടുവെക്കണം കേട്ടോ. തളികയിൽ കൊണ്ടുവച്ചിട്ട് നേരെ പടിഞ്ഞാറ്റയിൽ കൊണ്ടുവെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളയിൽ കയറണം കേട്ടോ. ഇന്നല്ലെങ്കിൽ നേരം വൈകി തന്നെയാണ് ഞാൻ എണീച്ചത് കേട്ടോ. ആർക്കും അങ്ങനെ പോകണ്ടല്ലോ. ഏട്ടനിപ്പോൾ കളിക്കാൻ പോയിട്ടാണുള്ളത്, ക്രിക്കറ്റിൻ്റെ കളിക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത്. അപ്പോൾ വന്നിട്ട് ആകുമ്പോഴത്തേനും ചായ കുടിക്കുള്ളൂ. അച്ഛനും 8-8:30 കഴിയാണ്ട് ചായ കുടിക്കില്ല. പിള്ളേർക്ക് ഇന്ന് പോകണ്ടല്ലോ, അപ്പോൾ പിള്ളേർ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മെല്ലെ എഴുന്നേക്കാറുണ്ട്. രാവിലെ മെല്ലെയാണ് കേട്ടോ എഴുന്നേറ്റത്. അപ്പം ഞാൻ വെള്ളയപ്പം ചൂടാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അപ്പുറത്താണ് ഞാൻ വെക്കല്. ഇന്നിപ്പോൾ അപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നു കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളപ്പശ ഉണ്ടായിട്ട് വെള്ളം ചൂട്ടിയിട്ട് അവിടെ വെക്കാൻ കഴിയല്ലോ, അതിലിടാൻ കഴിയല്ലോ പറഞ്ഞിട്ട് അത് തുടച്ചിട്ട് വരാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. തുടച്ചിട്ട് വരട്ടെ. അത് കഴിഞ്ഞ് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ എനിക്ക് വെള്ളയപ്പത്തിന് ചൂടാൻ. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ
എനിക്ക് ഈ നടുഭാഗത്ത് ഇച്ചിരി നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ് പോയിട്ടുണ്ട്. അപ്പോൾ കോട്ടിങ് പോയതുകൊണ്ട് തന്നെ ഞാൻ അതിലിച്ചിരി നടുവിലായിട്ട് ലേശം എണ്ണ തടവും കേട്ടോ. എണ്ണ തടകിയിട്ട് ചുടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ എണ്ണ തടകുമ്പോൾ നമുക്ക് അത് കിട്ടും കേട്ടോ ഇങ്ങനെ, അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ പറ്റി പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ മാത്രം ആ കോട്ടിങ് പോയ സ്ഥലത്ത് മാത്രം തടവും കേട്ടോ എണ്ണ. ഇപ്പോൾ ഉപ്പ് ഇട്ടു കേട്ടോ. ഉപ്പിട്ട് ഞാൻ ചുടാൻ നേരമാണ് ഇതിൽ ഉപ്പിടുക കേട്ടോ. അപ്പോൾ ചുടാൻ നേരം അത് ഉപ്പിട്ടിട്ട് ഇനിയിപ്പം ചുടാൻ തുടങ്ങുകയാണ് കേട്ടോ. വെള്ളയപ്പെല്ലാം ചുട്ട് ചായയും കൂടെ വെക്കണം ഇനി. പിന്നെ രാവിലെ ഇന്നലെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് പുറത്തും വെക്കണം. പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കണേ കേട്ടോ. ഇങ്ങനെ നാടൻ ഭക്ഷണം തന്നെ എപ്പോഴും കൊടുത്തിട്ട്, നാടൻ ഭക്ഷണം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ചിക്കനോ മീനോ എപ്പോഴും കിട്ടാറില്ല കേട്ടോ. ആദ്യത്തെ ദിവസം അവർ പണി തുടങ്ങി ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ. പിന്നെ ഇപ്പം 4-5 ദിവസമായി കേട്ടോ. അപ്പോൾ ഇല്ലയെന്ന് ചോദിച്ചാൽ ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പച്ചക്കറി സാധനങ്ങളാണ് വെക്കുക. പക്ഷെ അവർക്കതാണ് ഇഷ്ടം. എന്നാലും എനിക്കൊരു തൃപ്തി ആവാറേ ഇല്ല കേട്ടോ. മീനോ ഇറച്ചിയോ ഇല്ലാണ്ട് എങ്ങനെയാണ് അപ്പോൾ അവർ തിന്നുക എന്നുള്ള ഒരു സങ്കടമാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ മീനും കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഏട്ടൻ വരുമ്പോൾ മീൻ മേടിച്ചു. അത് പറയാമല്ലോ, അതാണ് ഞാൻ ഈ വെള്ളയപ്പത്തിന് എടുക്കുന്നത് കേട്ടോ. പണിക്കാരിക്ക് ഞാൻ വെള്ളയപ്പവും മീൻകറിയും കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ വെള്ളയപ്പം ചുട്ട് ഇപ്പോൾ ഈ രാവിലെ നമ്മൾ 3 വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളയപ്പം മാത്രമേ ഞാൻ ചുടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയാകുമ്പോഴത്തേനും അവർ ചായ കുടിക്കാൻ വരുള്ളൂ. അപ്പോഴത്തേനും ഞാൻ ചൂടോടെ ചുട്ട് വെക്കാമെന്ന് വിചാരിച്ചേ. ചൂടോടെ കിട്ടുമോയെന്നറിയില്ല. ആ പാത്രത്തിൽ ചൂട് നിൽക്കും കേട്ടോ. ഞാൻ ഒരു 10:30 ആകുമ്പോൾ ചുടും കേട്ടോ പണിക്കാർക്ക് വേണ്ടുന്നത്. പിന്നെ ചിക്കൻ ഉണ്ട്. ചിക്കൻ കറിയാക്കണം, ഒരു ഉപ്പേരി വെക്കണം കേട്ടോ. എന്നിട്ട് മീൻകറിയും ലേശം ഉണ്ടല്ലോ. എല്ലാം കൂട്ടിയിട്ട് ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് ചോറിന് കേട്ടോ. അപ്പോൾ ചോറിന് അരി ഇടണം അത്രേ. ചോറിന് അരിയും കൂടി ഇട്ടിട്ട് രാവിലത്തെ ചായ കുടിക്കുള്ളൂ കേട്ടോ. എന്നാൽ ഇച്ചിരി തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ റൈസ് കുക്കർ ഉണ്ട് കേട്ടോ. റൈസ് കുക്കറിലേക്ക് വാങ്ങി വെക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുക. ഇപ്പോൾ ചായ വെക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ നമുക്ക് ചായ വെക്കണ്ട. രാവിലെ ചായ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ കുറച്ച് പണി കുറവാണ് കേട്ടോ. എന്താ വെച്ചാൽ കറി ആയതുകൊണ്ട് തന്നെ കറീൻ്റെ പണിയൊന്നുമില്ല. അതുകൊണ്ട് അത് തന്നെ കുറേ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റി കേട്ടോ. ചായയിൽ പൊടിയിടല്ല കേട്ടോ, ചായപ്പൊടി. അപ്പോൾ അതിനിടയിൽ വെള്ളയപ്പം ആക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കറി ആക്കേണ്ട പണി ഉണ്ടാകുമ്പോൾ സ്റ്റൗ കാലിയാവേ ഇല്ല കേട്ടോ. അടുപ്പ് ഇങ്ങനെ കാലിയാവാണ്ടിരിക്കും കേട്ടോ എപ്പോഴും. അപ്പോൾ ഇങ്ങനെ വൈകി ഞാനിങ്ങനെ വെക്കുകയാണ് ചെയ്യുക. ഒന്നും ഓഫാക്കാൻ നിൽക്കലില്ല കേട്ടോ. ഇന്നിപ്പോൾ ഓഫാക്കാൻ തോന്നുന്നു. എന്താ വെച്ചാൽ ചായയല്ലേ ആവേണ്ടുള്ളൂ, വെള്ളയപ്പവും മാത്രമല്ലേ ആവേണ്ടുള്ളൂ. അല്ലെങ്കിൽ കറി ആവണം, ചായ ആവണം, അതിൻ്റെ ഇടയിൽ ചോറ് വെക്കുക. അപ്പോൾ അങ്ങനെ ഗ്യാസ് ഓഫ് ആക്കാണ്ട് ഞാൻ അങ്ങനെ അപ്പത്തേനും ആക്കലാണ് കേട്ടോ. അത് ഞാനിങ്ങനെ എടുക്കുന്നത് എന്നാണെന്നറിയോ, ബർണർ കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സിമ്മിലിടുമ്പോൾ അത് ഓഫായി പോകും. അതുകൊണ്ട് ഞാൻ സിമ്മിലിടാണ്ട് ഇങ്ങനെ ചായ തിളച്ച് പൊങ്ങി വരുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി ഇങ്ങനെ ആക്കുവാണ് കേട്ടോ. ഇല്ലെങ്കിൽ അത് ചായപ്പൊടി വേവില്ലല്ലോ. അതുകൊണ്ട് ഇച്ചിരി സമയം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കുകയാണ് കേട്ടോ.
അപ്പോൾ ചായ ഞാൻ 2 പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. എന്താ വെച്ചാൽ മധുരമില്ലതും മധുരമില്ലാത്തതും. അച്ഛന് മധുരമില്ലാത്തതാണ് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഫ്ലാസ്കിലേക്ക് അത് എടുത്ത് വെച്ചു. അച്ഛൻ 8:30 8:45 ചായ കുടിക്കാൻ വരുള്ളൂ. അപ്പോഴത്തേനും തണിയുമല്ലോ. അതുകൊണ്ട് ആ ചൂട് ഫ്ലാസ്കിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ചായ നമുക്ക് വേണ്ടുന്നത് നമ്മളൊരു പാട്ടയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് മധുരം ഒന്ന് ആറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വെള്ളയപ്പം ചുടണുണ്ട് അതിൻ്റെ ഇടയിൽ. ഇല്ലെങ്കിൽ അത് നോക്കിയിട്ടേ ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകില്ലേ. അതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ വെള്ളയപ്പം ചുടാൻ. എപ്പോൾ സ്ഥിരം വെള്ളയപ്പം തിന്നുമ്പോൾ തിന്നാൻ ഇഷ്ടമല്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ചുടുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് വെള്ളയപ്പം. ഇപ്പം ഞാൻ കുറച്ചായി ഞാൻ വെള്ളയപ്പം ചുടാത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പണിക്കാർക്ക് എന്താ പലഹാരം ആക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ വെള്ളയപ്പം ആക്കാം കേട്ടോ നാളേന്ന്. അപ്പോൾ ഞാൻ അന്നേരം തന്നെ വെള്ളയപ്പത്തിന് അരി ഇട്ടു കേട്ടോ. ഞാൻ തലേന്ന് രാവിലെ തന്നെ അരി ഇടും കേട്ടോ. എന്നിട്ട് അന്ന് വൈകുന്നേരം രാത്രി അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ രാത്രിക്കോ അരച്ച് വെക്കും കേട്ടോ. ഒരു നുള്ള് ഈസ്റ്റ് ഇടും കേട്ടോ. ഒരു നുള്ള് ഈസ്റ്റും തേങ്ങയും ചോറും ഇടും കേട്ടോ പച്ചരീൻ്റെ കൂടെ. എന്നിട്ട് അരക്കും. എന്നിട്ട് ആകുമ്പോഴത്തേനും രാവിലേക്ക് അത് പൊങ്ങി കിടക്കും കേട്ടോ. ഓരോരോ ദിവസം എനിക്ക് ഇത് അപ്പത്തിന് അരച്ചത് പൊങ്ങാറില്ല കേട്ടോ. അതെന്താ അറിയില്ല, നമ്മളെ ക്ലൈമറ്റിൻ്റെ ചിലപ്പോൾ ആയിരിക്കാം. അങ്ങനെ വലിയതായിട്ട് ഓരോരോ സമയത്ത് നല്ലോണം പൊന്തി നല്ല ഇങ്ങനെ പഞ്ഞി പോലെ ആയിരിക്കും ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെ ആവുന്നതാണ് ഇഷ്ടം കേട്ടോ. ഇന്ന് കുറച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊങ്ങിയോ ചോദിച്ചാൽ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഇച്ചിരിയും കൂടെ ഇങ്ങനെ ഇതായിട്ട് വരലുണ്ട് കേട്ടോ. അതുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന്. വലിയ കുഴപ്പമില്ലായിരുന്നു ഇന്നത്തെ അപ്പം. അപ്പോൾ ചായയും കടിയൊക്കെ ആയിട്ടോ. ഇപ്പോൾ ചോറിനുള്ള വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഇതാ കലത്തിൽ വെള്ളം എടുത്ത് വെക്കുകയാണ് കേട്ടോ. ചോറിന് വെള്ളം വെച്ചിട്ട് അരി അടുപ്പത്തിടണം. അരി അടുപ്പത്തിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എന്നാൽ അത് അപ്പോഴത്തേനും തിളക്കുമല്ലോ. തിളച്ച് ആകുമ്പോഴത്തേനും റൈസ് കുക്കറിലേക്ക് വാങ്ങി വെക്കും കേട്ടോ. ഇവിടെ അടുപ്പില്ല കേട്ടോ. അടുപ്പ് ഞാൻ ഗ്യാസിൽ തന്നെ ഇപ്പോൾ വെക്കുക. അടുപ്പ് ഇങ്ങനെ ഒരു തൽക്കാലത്തേക്ക് ഒന്ന് പുറത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിലങ്ങനെ യൂസ് ആക്കലില്ല. ചൂടുവെള്ളം രാത്രി ഈ മഴക്കാലത്തൊക്കെ ചൂടുവെള്ളം വെക്കാനും കുട്ടികൾക്കുള്ള ചൂടുവെള്ളം വെക്കാനും അങ്ങനെയൊക്കെ ഞാൻ യൂസ് ആക്കലുള്ളൂ. അത് വല്ലപ്പോഴും. കുട്ടികൾക്കല്ലാന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഗ്യാസിൽ തന്നെ വെക്കും കേട്ടോ. ചെറിയ പാത്രത്തിലാക്കി വെക്കും കേട്ടോ. വലിയവർക്കാകുമ്പോൾ വലിയൊരു ഒരു പാത്രമുണ്ട് കേട്ടോ. അതിലേക്ക് അപ്പുറം പുറത്തടുപ്പിലേക്ക് വെക്കും കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ ചോറ് നല്ലോണം വെക്കേണ്ട ദിവസം അവിടെ തന്നെ വെക്കുക. ഗ്യാസ് അങ്ങനെ ഇതാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇന്നിപ്പോൾ പണിക്കാരിപ്പോൾ 2 ആളല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെ കൂടെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ 2 ആൾക്കും കൂടെ അല്ലേ അധികം ഉണ്ടാക്കണ്ടു. അത് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഗ്യാസ് തന്നെയാണ് കേട്ടോ വെക്കുക. റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ പിന്നെ ഗ്യാസ് അങ്ങനെ പോവുകയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് കറിയൊക്കെ ആക്കി കഴിഞ്ഞിട്ടാകുമ്പോഴത്തേനും എടുത്തിട്ട് തിളപ്പിച്ച് ഊറ്റിയാൽ മതി കേട്ടോ. അപ്പം ഞാൻ അരി കഴുകിയിട്ടു കേട്ടോ. ഇത് ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ അതിൽ തന്നെ ഇടും കേട്ടോ അരി. ചിലപ്പോൾ ഞാൻ തിളച്ചിട്ടാകുമ്പോൾ ഇടുള്ളൂ. ചിലപ്പോൾ ഞാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അരി ഇടും കേട്ടോ. അത് ഈ അരീൻ്റെ പോലെ ഇരിക്കും. ഞാൻ റേഷൻ കടയിലത്തെ അരിയാണെങ്കിൽ ഞാൻ തിളച്ച് ഇങ്ങനെ ആയിട്ടേ അരി ഇടുള്ളൂ കേട്ടോ. മറ്റാണെങ്കിൽ പീടികയിലൊക്കെ ഉള്ള നല്ല മറ്റേ ചുവന്ന അരിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ചൂടാകുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പരം തന്നെയോ അങ്ങനെയൊക്കെ ഇടലുണ്ട് കേട്ടോ. അരിയുടെ വേവ് പോലെ. ഓക്കേ, ഇന്നത്തെ